ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. സോ നമുക്ക് അടുത്ത 10 ഫുഡ് ടെക്നോളജിയിൽ വരുന്ന 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. So let's start our question number 71. Identify the sugar with the free aldehyde or ketone group. Identify the sugar with the free aldehyde or ketone group. ഫ്രീ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഗ്രൂപ്പ് എന്തിലാണ് ഉണ്ടാവുക? ഫ്രീ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഗ്രൂപ്പ് ഏതിലാണ് ഉണ്ടാവുക? എപ്പോഴും മോണോസാക്രൈഡ്സിലാണ് ഉണ്ടാവുക. ഫ്രീ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഗ്രൂപ്പ് എപ്പോഴും എന്തിലാണ് ഉണ്ടാവുക? മോണോസാക്രൈഡ്സിലാണ്. അപ്പൊ ഈ കൂട്ടത്തിൽ ഏതാണ് മോണോസാക്രൈഡ് എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. നമുക്ക് തരുന്ന ഓപ്ഷൻസിൽ മോണോസാക്രൈഡ് ഏതാണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്താ ഫ്രീ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഗ്രൂപ്പ് ഉണ്ടാവാതെയോ. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഗ്ലൂക്കോസ് മോണോസാക്രൈഡ് ആണ്. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ഒബ്വിയസ്ലി എന്തായിരിക്കും? ഗ്ലൂക്കോസ് ആയിരിക്കും. നെക്സ്റ്റ് ആൻസർ എന്താ വരുന്നത്? സുക്രോസ് ആണ്. സുക്രോസിൽ ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ വരുന്നത് എന്താണ്? പെക്റ്റിൻ ആണ്. അതൊരു പോളിസാക്രൈഡ് ആണ്. സെല്ലുലോസും പോളിസാക്രൈഡ് ആണ്. സോ ഫ്രീ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഗ്രൂപ്പുകൾ എന്തിലാണ്? ഗ്ലൂക്കോസിലാണ് ഉള്ളത്. Next one, the brown color of bread crust is due to. The brown color of 72nd question ആണ് നമ്മൾ പറയുന്നത്. The brown color of ബ്രെഡ് ക്രസ്റ്റ്. ബ്രെഡ് ക്രസ്റ്റിന്റെ ബ്രൗൺ കളറിന് കാരണം എന്താണ്? എന്തുകൊണ്ട് ഈ ബ്രൗൺ കളർ വരുന്നത്? നമുക്ക് നല്ലതല്ലേ ഈ ബ്രെഡിന്റെ മുകളിൽ ഒരു ബ്രൗൺ കളർ ഉണ്ടാവണം അല്ലെ? അത് നമ്മൾ പ്രൊഡക്റ്റിന് ആവശ്യമായ കാര്യമാണ് അല്ലെ ബ്രൗൺ കളർ. അപ്പൊ ഈ ബ്രൗൺ കളർ അല്ലെങ്കിൽ ബ്രൗണിങ്, അതായത് ബ്രൗൺ കളർ ഫോർമേഷൻ ആണ് നമ്മൾ ബ്രൗണിങ് എന്ന് പറയുന്നത്. ഈ ബ്രൗണിങ്ങിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എൻസൈമാറ്റിക് ബ്രൗണിങ്ങും നോൺ എൻസൈമാറ്റിക് ബ്രൗണിങ്ങും. സോ ബ്രൗൺ കളർ ഫോർമേഷൻ ആണ് ബ്രൗണിങ് എന്ന് പറയുന്നത്. അതിൽ രണ്ട് തരത്തിലുണ്ട്, എൻസൈമാറ്റിക് ഉണ്ട്, നോൺ എൻസൈമാറ്റിക് ഉണ്ട്. ഈ ബ്രൗണിങ് തന്നെ നമുക്ക് ബെനിഫിഷ്യൽ ആയതുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്തതുണ്ട്. ഫോർ എക്സാമ്പിൾ ആപ്പിളിന്റെ കളർ മാറുന്നത് അത് എൻസൈമാറ്റിക് ബ്രൗണിങ്ങിൽ വരുന്നതാണ്. അത് നമുക്ക് ആവശ്യമില്ല. കാരണം നമ്മൾ കട്ട് ചെയ്ത് ആപ്പിൾ കറുത്തു പോകുക എന്ന് പറയുന്നത്, അതിലെ ബ്രൗൺ കളർ വരിക എന്ന് പറയുന്നത് അത് നല്ലൊരു കാര്യമല്ല അല്ലെ? അത് നല്ലല്ല. അപ്പോൾ അതുപോലെ പിന്നെ അതേസമയം പക്ഷെ ബ്രെഡിന്റെ കേസിൽ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അങ്ങനെ രണ്ട് തരത്തിൽ ബ്രൗണിങ്ങിൽ ബെനിഫിഷ്യൽ ആയിട്ട് എല്ലാത്തതും ഉണ്ട്. അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. അതുപോലെ രണ്ട് തരത്തിലെ ബ്രൗണിങ് ഉണ്ട്. അതിൽ എൻസൈമാറ്റിക് ബ്രൗണിങ് ഒന്ന്, പിന്നെ ഉള്ളത് നോൺ എൻസൈമാറ്റിക് ബ്രൗണിങ്. അതിൽ വരുന്നതാണ് കാരമലൈസേഷനും മൈലാർഡ് റിയാക്ഷനും. സോ നോൺ എൻസൈമാറ്റിക് ബ്രൗണിങ്ങിൽ വരുന്നതാണ് കാരമലൈസേഷനും മൈലാർഡ് ബ്രൗണിങ് എന്നും പറയുന്നത്. ബ്രെഡിന്റെ ബ്രൗൺ കളറിന് കാരണം മൈലാർഡ് ബ്രൗണിങ് ആണ്. ബ്രെഡിന്റെ ബ്രൗൺ കളറിന് കാരണം എന്താണ്? മൈലാർഡ് ബ്രൗണിങ് ആണ്. അപ്പൊ എന്താണ് ഈ മൈലാർഡ് ബ്രൗണിങ്? ബ്രെഡിന്റെ ബ്രൗൺ കളറിന് കാരണം എന്താണ്? മൈലാർഡ് ബ്രൗണിങ്. സോ വാട്ട് ഈസ് മൈലാർഡ്സ് ബ്രൗണിങ്? മൈലാർഡ്സ് ബ്രൗണിങ് എന്ന് പറയുന്നത് ഒരു LC മൈലാർഡ് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ചാണ്. ഒന്നുമില്ല, എൻസൈംസ് ഒന്നും ഉണ്ടാവില്ല, നോൺ എൻസൈമാറ്റിക് ആണ്. അതുകൊണ്ട് ഇതിൽ എൻസൈംസിന്റെ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. ഇതിൽ നടക്കുന്നത് വെച്ചാൽ ഇതിലുള്ള നമ്മളെ പ്രൊഡക്റ്റിലുള്ള ഒരു അമിനോ ഗ്രൂപ്പും ഒരു കാർബോഹൈഡ്രേറ്റ് ഗ്രൂപ്പും തമ്മിൽ റിയാക്ട് ചെയ്യുന്നു. അമിനോ ഗ്രൂപ്പും കാർബോഹൈഡ്രേറ്റ് ഗ്രൂപ്പും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് മെലനോയിഡ്സിൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നു. അമിനോ ഗ്രൂപ്പും കാർബോഹൈഡ്രേറ്റ് ഗ്രൂപ്പും കൂടി റിയാക്ട് ചെയ്തിട്ട് മെലനോയിഡ്സ് എന്ന് പറഞ്ഞ സംഭവം ഇതുണ്ടാവുന്നു, കോമ്പൗണ്ട് ഉണ്ടാവുന്നു. ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്. ഫ്ലേവറും കളർ വരുന്നത് പിന്നെ ആ മെലനോയിഡ്സിന്റെ കാരണമാണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഫ്ലേവർ തരാൻ വേണ്ടിയിട്ട് ഹെട്രോസൈക്ലിക് ഫ്ലേവർ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നു. ഇതാണ് മൈലാർഡ് ബ്രൗണിങ് എന്ന് പറയുന്നത്. മൈലാർഡ് ബ്രൗണിങ് പറയുകയാണെങ്കിൽ കുറെ ഉണ്ട്. 3 സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ കാർബണൈൽ അമൈൻ റിയാക്ഷൻ നടക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഡീഹൈഡ്രേഷൻ നടക്കുന്നു. ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട്സിന്റെ ഡീഹൈഡ്രേഷൻ നടക്കുന്നു സെക്കൻഡ് സ്റ്റെപ്പിൽ. തേർഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? ഈ ഡീഹൈഡ്രേറ്റഡ് കോമ്പൗണ്ട്സ് ഇതിന്ന് റിയാക്ട് ചെയ്തിട്ടാണ് കളർ ചേഞ്ച് ഉണ്ടാകുന്നത്. അങ്ങനെ സ്റ്റെപ്സ് കുറച്ചുണ്ട്. അപ്പോൾ ബ്രൗണിങ്ങിൽ രണ്ട് തരം, എൻസൈമാറ്റിക്കും നോൺ എൻസൈമാറ്റിക്കും. എൻസൈമാറ്റിക് എന്ന് പറയുമ്പോൾ അതിൽ എൻസൈംസ് ഉണ്ടാവും. എൻസൈംസ് ആയിരിക്കും എന്തിന്റെ കാരണം? ഇതിൽ ബ്രൗൺ കളർ ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ പോളിഫിനോൾ ഓക്സിഡേസ് ഒക്കെ നമ്മുടെ ഇതിൽ ആപ്പിളിൽ കളർ ചേഞ്ച് ഉണ്ടാവുന്നതൊക്കെ പോളിഫിനോൾ ഓക്സിഡേസ് എന്ന് പറഞ്ഞ എൻസൈമാണ്. അതുപോലെയൊക്കെ വരുന്നതാണ് എൻസൈമാറ്റിക് ബ്രൗണിങ് എന്ന് പറയുന്നത്. നോൺ എൻസൈമാറ്റിക് ബ്രൗണിങ്ങിലാണ് കാരമലൈസേഷൻ. കാരമലൈസേഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ ഷുഗർ എടുക്കുന്നു, ചൂടാക്കുന്ന സമയത്ത് ഡീഹൈഡ്രേഷൻ നടക്കുന്നു, അല്ലെങ്കിൽ പൈറോലിസിസ് ഓഫ് ഷുഗർ എന്നാ പറയാം. അത് നടക്കുന്ന സമയത്ത് കളർ ചേഞ്ച് ഉണ്ടാകുന്നു. അവിടെ ഡബിൾ ബോണ്ട് ഫോർമേഷൻ ഒക്കെ ഉണ്ടാകുന്ന കളർ ചേഞ്ച് ഉണ്ടാകുന്നതാണ് കാരമലൈസേഷൻ എന്ന് പറയുന്നത്. ബ്രെഡിൽ ഉണ്ടാക്കുന്ന ബ്രൗൺ കളറിന് കാരണം മൈലാർഡ്സ് ബ്രൗണിങ് ആണ്. അതായത് അമിനോ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പും തമ്മിൽ എന്ത് ചെയ്യുക? കാർബോഹൈഡ്രേറ്റ് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ഉണ്ടാവുന്നതാണ് മൈലാർഡ്സ് ബ്രൗണിങ് എന്ന് പറയുന്നത്.
ഇനി ഇതിൽ കാണുന്ന സ്ട്രക്കർ റിയാക്ഷൻ എന്നൊക്കെ പറയുന്ന മൈലാർഡ്സ് ബ്രൗണിംഗിൽ വരുന്ന സ്റ്റെപ്പിൽ വരുന്ന കേട്ടോ സ്ട്രക്കർ റിയാക്ഷൻ ഒക്കെ. നെക്സ്റ്റ് വൺ, among the following fatty acid which group is known as essential fatty acids? നമ്മൾ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് പഠിക്കൂലേ, നമ്മളെല്ലാവരും പഠിക്കും എസെൻഷ്യൽ omega-3 ഫാറ്റി ആസിഡ്സ്, omega-6 ഫാറ്റി ആസിഡ്സ്, അല്ലെങ്കിൽ ലിനോലിക് ആസിഡ്, ലിനോലിനിക് ആസിഡ്, ഇക്കോസാപെന്റനോയിക് ആസിഡ്, ഡെക്കോസഹെക്സനോയിക് ആസിഡ്സ്, ഇങ്ങനത്തെ കുറെ ആസിഡ്സ് ഉണ്ട് എന്തില് നമ്മുടെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ വരുന്നുണ്ട്? omega-3 ഫാറ്റി ആസിഡ്, മെയിൻ ആയിട്ട് omega-3ഉം omega-6ഉം ആണ്. പിന്നെ അതിൽ നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടി പഠിക്കും ലിനോലിക് ആസിഡ്, ലിനോലെനിക് ആസിഡ്, ഇക്കോസാപെന്റനോയിക് ആസിഡ്, ഡെക്കോസഹെക്സനോയിക് ആസിഡ്, ഇതൊക്കെ ഇതിൽ വരുന്നതാണ് നമ്മുടെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിൽ വരുന്ന. പക്ഷെ ഇതിന്റെ കെമിക്കൽ ഫോം നമ്മളിപ്പോ പറഞ്ഞ ഈ ടേംസിൽ ഉണ്ടായിരുന്ന ലിനോലിക് ആസിഡും ലിനോലെനിക് ആസിഡുമാണ് എന്തിന്റെ ഇതിലുള്ള ആൻസറിൽ വരുന്നത്. അതിന്റെ കെമിക്കൽ ഫോം ആണ് ഇതിലെ ആൻസറിൽ വരുന്നത്. അത് ഏതാന്ന് വെച്ചാൽ ഇതാണ്, അതായത് 9,12 octadecadionic ആസിഡ്. 9,12 octadecadienoic ആസിഡ് എന്ന് പറയുന്നത് ലിനോലിക് ആസിഡാണ്, അതായത് omega-6 ഫാറ്റി ആസിഡ്. 9,12 octadecadionic ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? ലിനോലിക് ആസിഡ് അല്ലെങ്കിൽ omega-6 ഫാറ്റി ആസിഡ് ആണ്. ഇനി ഇതിൽ ഈ പറയുന്ന 9,12, 15 octadecatrienoic ആസിഡ് എന്ന് പറയുന്നത് ലിനോലെനിക് ആസിഡ് ആണ്, അതായത് omega-3 ഫാറ്റി ആസിഡ്. സോ വൺസ് മോർ, 9,12 octadecadienoic ആസിഡ്, 9,12 octadecadienoic ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? ലിനോലിക് ആസിഡ് ആണ്, അതായത് omega-6 ഫാറ്റി ആസിഡ്. 9,12, 15 octadecadienoic ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? omega-3 ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ ലിനോലെനിക് ആസിഡ്. അപ്പൊ ഓക്കെ, എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിൽ വരുന്നതിന്റെ കെമിക്കൽ ഫോം ആണ് നമുക്ക് എന്തിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, മാച്ച് ദ ഫോളോയിങ് ഐറ്റംസ് ആണ്. അതിന്റെ ഓപ്ഷൻസ് ഇതാ ഇവിടെ ഉണ്ട്, ABCD പറഞ്ഞിട്ട് ഓരോ ടേംസ് എങ്ങനെയൊക്കെ കണ്ടില്ലേ, A എന്ന് പറയുന്ന ഓപ്ഷൻ ഏതൊക്കെ ആയിട്ട്, B എന്ന ഓപ്ഷൻ ഏത്, ഇങ്ങനെ വന്നിട്ട് എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കണം. ഫസ്റ്റ് വൺ ഇതിൽ വരുന്നതാണ് കാൽസ്യം ആൻഡ് ഫോസ്ഫറസ്. കാൽസ്യം ആൻഡ് ഫോസ്ഫറസിൽ വരുമ്പം എലമെന്റ്സ് നോട്ട് നീഡഡ് ഇൻ ഡയറ്റ്, ഒരിക്കലല്ല, കാൽസ്യം ഫോസ്ഫറസ് നിർബന്ധമായിട്ട് ആവശ്യമില്ല, അപ്പൊ ഇത് വരില്ല. പ്രൊമോട്ട്സ് അബ്സോർപ്ഷൻ ഓഫ് അയൺ, അയൺ അബ്സോർപ്ഷനെ സഹായിക്കുന്നുണ്ടോ കാൽസ്യം ഫോസ്ഫറസും? ഇല്ലല്ലോ. എലമെന്റ്സ് ദാറ്റ് ആർ റിക്വയർഡ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്, സ്മോൾ ക്വാണ്ടിറ്റീസിൽ മതിയോ? നമ്മുടെ ശരീരത്തിലെ എല്ലും സാധനങ്ങളൊക്കെ, പല്ലും സാധനങ്ങളൊക്കെ എന്തുകൊണ്ടുണ്ടാക്കിയ കാൽസ്യം ആൻഡ് ഫോസ്ഫറസിന് അപ്പൊ അത് പറ്റൂല. പ്രൊമോട്ട്സ് അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം, കാൽസ്യം തന്നെ അബ്സോർപ്ഷൻ, കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ സഹായിക്കില്ലല്ലോ. പിന്നെ എസെൻഷ്യൽ ഫോർ നോർമൽ കോട്ടിംഗ് ഓഫ് ബ്ലഡ്, ബ്ലഡ് കോട്ടിങ്ങിന് കാൽസ്യം ഫോസ്ഫറസ് ആവശ്യമില്ല. സോ കാൽസ്യം ഫോസ്ഫറസിൽ നിന്ന് എലമെന്റ്സ് ദാറ്റ് ആർ റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്, എലമെന്റ്സ് ദാറ്റ് ആർ റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ആണ് എന്തിൽ വരുന്നത്? കാൽസ്യം ആൻഡ് ഫോസ്ഫറസിൽ. ഒന്നാമത്തത് എ കഴിഞ്ഞു. ഇനി അടുത്തത് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതിൽ ഇപ്പോൾ നമുക്ക് നോട്ട് നീഡ്, ഒരിക്കലും അല്ല, അയൺ അബ്സോർപ്ഷൻ അല്ല, റിക്വയർഡ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് അല്ല, പ്രൊമോട്ട്സ് അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. എന്താ വരുന്നത്? വൈറ്റമിൻ ഡിന്റെ കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനെ സഹായിക്കുന്നു, പ്രൊമോട്ട്സ് അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. നെക്സ്റ്റ് വൺ, മാംഗനീസ് ആൻഡ് ക്രോമിയം. മാംഗനീസ് ആൻഡ് ക്രോമിയം നമ്മൾ ഈ മിനറൽസ് പഠിച്ച സമയത്ത് മാക്രോ എലമെന്റ്സ്, മൈക്രോ എലമെന്റ്സ് പറഞ്ഞിട്ട് കുറെ എലമെന്റ്സിനെ പഠിച്ചിട്ടുണ്ട് അല്ലെ, അതിൽ വരുന്നതാണിത്. അതായത് മാംഗനീസും ക്രോമിയം എന്താണ്? മൈക്രോ എലമെന്റ്സ് ആണ്. അപ്പൊ എന്തായിരിക്കും ഇത്? എലമെന്റ്സ് ദാറ്റ് റിക്വയർഡ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്, നമുക്ക് ചെറിയ ക്വാണ്ടിറ്റീസിൽ വരുന്നത് മതി ഇത്. ഇനി അടുത്തത് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ എന്താണ് അതിൽ പറ്റുന്ന ഒരു ഓപ്ഷൻ ഞാൻ ഇതിൽ കാണുന്നത് എസെൻഷ്യൽ ഫോർ നോർമൽ കോട്ടിംഗ് ഓഫ് ബ്ലഡ്, ബ്ലഡിന്റെ കോട്ടിങ്ങിന് ആവശ്യമായ, ബ്ലഡ് കൊയാഗുലേഷൻ ആവശ്യമായ എന്താണ് എൻസൈം അല്ല, സോറി, വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. സോ കാൽസ്യം ആൻഡ് ഫോസ്ഫറസ് നമുക്ക് റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്, കാൽസ്യം ആൻഡ് ഫോസ്ഫറസ് റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്, vitamin D helps in absorption of calcium, manganese and chromium means an examples for micro elements, so it is required in small quantities, and vitamin K for essential for normal clotting of blood. Okay alle, so this option B is correct one. Option B is correct one. നെക്സ്റ്റ് വൺ, സാപ്പോണിഫിക്കേഷൻ വാല്യൂ. അപ്പോൾ ഫാറ്റി ആസിഡ്സിൽ അടുത്ത ക്വസ്റ്റ്യൻ വരുന്ന അല്ലെ, ഫാറ്റ് ലിപ്പിഡിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് സാപ്പോണിഫിക്കേഷൻ വാല്യൂ എന്ന് പറയുന്നത്. എന്താ ഈ സാപ്പോണിഫിക്കേഷൻ? സാപ്പോണിഫിക്കേഷൻ വാല്യൂ എന്ന് വെച്ചാൽ
ഒന്നുമില്ല, സോപ്പ് ഉണ്ടാക്കുക. അതായത് 1 gram ഫാറ്റിനെ സാപ്പോണിഫൈ ചെയ്യാൻ വേണ്ടി എത്ര മില്ലിഗ്രാം ഓഫ് KOH വേണം? 1 gram ഫാറ്റിനെ സാപ്പോണിഫൈ ചെയ്യാൻ വേണ്ടി എത്ര മില്ലിഗ്രാം ഓഫ് KOH വേണം എന്നുള്ളതാണ് സാപ്പോണിഫിക്കേഷൻ വാല്യൂ എന്ന് പറയുന്നത്. സോ ടു സാപ്പോണിഫൈ 1 gram ഓഫ് ഫാറ്റ് ഹൗ മച്ച് മില്ലിഗ്രാം ഓഫ് KOH അല്ലെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഈസ് റിക്വയർഡ് എന്നുള്ളതാണ് എന്ത് സാപ്പോണിഫിക്കേഷൻ വാല്യൂ. അപ്പൊ സാപ്പോണിഫിക്കേഷൻ വാല്യൂ കണ്ടുപിടിക്കുന്നത് എന്തിനാണെന്നുള്ളത്, സാപ്പോണിഫിക്കേഷൻ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്തിനായിരിക്കും? ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഓഫ് ഫാറ്റി ആസിഡ്സ് ആണോ? അല്ലല്ലോ. ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഓഫ് ഫാറ്റി ആസിഡ് സാപ്പോണിഫൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അൺസാച്ചുറേഷൻ മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. അൺസാച്ചുറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഏതാണ്? അയഡിൻ വാല്യൂ ആണ്. നമ്പർ ഓഫ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇൻ എ മോളിക്യൂൾ, ഫാറ്റിന്റെ ഉള്ളിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എത്ര ഉണ്ട് നമ്മൾ എണ്ണേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അത് ഫോസ്ഫോലിപ്പിഡ്സ് വരുന്ന സമയത്ത് മാത്രമേ വേണ്ടൂ അല്ലേ, ഇതിന്റെ ആവശ്യമില്ല. നെക്സ്റ്റ് വൺ ആണ് ആവറേജ് ചെയിൻ ലെങ്ത് ഓഫ് ഫാറ്റ് ആസിഡ്. ദിസ് ഈസ് ദ ആൻസർ. സോ സാപ്പോണിഫിക്കേഷൻ വാല്യൂവിന്റെ എന്തിനാണ് ആവറേജ് ചെയിൻ ലെങ്ത് ഓഫ് സാപ്പോണിഫിക്കേഷൻ വാല്യൂ അലൗസ് ടു കമ്പയർ ആവറേജ് ചെയിൻ ലെങ്ത് ഓഫ് ഫാറ്റി ആസിഡ്സ് അല്ലെങ്കിൽ മോളിക്കുലാർ വെയിറ്റ്. ഇതൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാപ്പോണിഫിക്കേഷൻ വാല്യൂ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. സോ സാപ്പോണിഫിക്കേഷൻ വാല്യൂ ഇസ് യൂസ്ഡ് ടു കമ്പയർ ആവറേജ് ചെയിൻ ലെങ്ത് ഓഫ് ഫാറ്റി ആസിഡ്സ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് ലിപ്പിഡ്സ് ഇൻ പ്രോട്ടീൻ. നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ, ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ പഠിക്കാനില്ലേ, അതിൽ വരുന്നതാണ് ലിപ്പിഡ്സിന്റെ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനിൽ വരുന്ന ഈ ഒരു പാർട്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഏത് സാധനമായിരിക്കും നമ്മൾ ലിപ്പിഡ്സിന്റെ അബ്സോർപ്ഷനെ നമുക്ക് സഹായിക്കാൻ ഉണ്ടാവുക? മയോഗ്ലോബിൻ ആയിരിക്കോ? മയോഗ്ലോബിൻ മസിൽ പ്രോട്ടീനാ? കെരാറ്റിൻ മുടിയിലുള്ളത്? ആൽബുമിൻ പ്ലാസ്മയിലുള്ളത്? അപ്പോൾ നെക്സ്റ്റ് വൺ ആണ് ലിപ്പോപ്രോട്ടീൻ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് ലിപ്പിഡ്സ് ഇൻ ദ ബോഡി? ലിപ്പോപ്രോട്ടീൻ. ലിപ്പോപ്രോട്ടീൻ ആണ് എന്ത് നമുക്ക് ലിപ്പിഡ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നത്. സോ ലിപ്പോപ്രോട്ടീൻ ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് ലിപ്പിഡ്സ് ഇൻ ദ ബോഡി. നെക്സ്റ്റ് വൺ, എ പേഴ്സൺ ഹാസ് നോർമൽ വിഷൻ ഇൻ ബ്രൈറ്റ് കണ്ടീഷൻസ് but cannot see clearly in dim light. A person has normal vision in bright conditions but cannot see clearly in dim light. Which of the following vegetables is most effective in helping him to overcome the problem? So, ഒരു വ്യക്തി അവർക്ക് നല്ല വെളിച്ചമുള്ള സമയത്ത് നല്ലോണം കാണാൻ പറ്റും, പക്ഷെ ഡിം ആയ സമയത്ത് കാണാൻ പറ്റില്ല. ഇപ്പോൾ സന്ധ്യ നേരത്ത് നല്ലോണം കാണാൻ പറ്റില്ല. അങ്ങനെ ചിന്തിച്ചാൽ സന്ധ്യക്ക് കാണാൻ പറ്റില്ല, രാവിലെ കാണാൻ പറ്റും. അപ്പൊ ആ ഡിം സന്ധ്യക്ക് കൂടിയൊക്കെ നല്ലോണം കാണണം, ആ വ്യക്തിക്ക് കാണണം. അങ്ങനെയാണെങ്കിൽ അത് ഏത് ഫുഡായിരിക്കും അവര് കഴിക്കേണ്ടത് എന്നുള്ളത് അതിൽ വരുന്നതാണ്. അതിന്റെ ആൻസർ ആണ് സ്പൈനാച്ച്. വൈ? സ്പൈനാച്ചില് വൈറ്റമിൻ എ കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ സ്പൈനാച്ച് ആണ് ഇതിന്റെ ആൻസർ. എ പേഴ്സൺ ഹാസ് നോർമൽ വിഷൻ, അതായത് ഡിം ലൈറ്റിലും കൂടി ഒരു വ്യക്തിക്ക് കാണണമെങ്കിൽ അയാൾ കൂടുതലായിട്ട് കഴിക്കേണ്ട ഫുഡ് എന്താണ്? സ്പൈനാച്ച് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് അയൺ. അയണിന്റെ ഏറ്റവും കൂടുതൽ സോഴ്സ്, ഇതിൽ കൂടുതലായിട്ട് അയൺ കാണുന്നത് ഡ്രൈ കരോണ്ട എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട, നമ്മുടെ നാട്ടിലെ ചെറീസ് ആണ് ഈ പറയുന്ന സാധനം കേട്ടോ. ഡ്രൈ കരോണ്ട എന്ന് പറയുന്നത് ചെറീസ് ആണ്. അപ്പൊ റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് അയണിന്റെ വലിയ സോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഡ്രൈ കരോണ്ട. നെക്സ്റ്റ് വൺ, ഹോട്ട് ബ്രേക്ക് സിസ്റ്റം ഈസ് ഫോളോഡ് ഇൻ ടൊമാറ്റോ പ്രോസസിംഗ് ടു ഡീആക്ടിവേറ്റ്. ഹോട്ട് ബ്രേക്ക് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ ഈ ടൊമാറ്റോ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ടൊമാറ്റോയിലുള്ള എൻസൈംസിന്റെ ഡീആക്ടിവേഷൻ നടക്കുന്നുണ്ട്. ചൂടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിലുള്ള എൻസൈംസ് ഡീആക്ടിവേഷൻ നടക്കുന്നുണ്ട്. ഇതിൽ വരുന്ന എൻസൈംസ് വരുന്നതാണ് പെക്റ്റിനേസ്, പെക്റ്റിക് മീഥൈൽ എസ്റ്ററേസ്, പ്രോട്ടോപെക്റ്റിനേസ്, പോളിഗാലക്ടോഇറോണേസ്. ഇതിന്റെ ആൻസർ വരുന്നത് പെക്റ്റിക് മീഥൈൽ എക്സ്ട്രേസ് ആണ്. ഇതിൽ വരുന്ന ആൻസറിൽ ഈ പെക്റ്റിനേസ് ഉണ്ടല്ലോ, അത് ഇതിന്റെ ശരിയായ, അതായത് എന്തിനാ ടൊമാറ്റോ പ്രോസസ്സിംഗിൽ ഈ ഒരു എൻസൈമിനെ ഡീആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് കൂടി പറഞ്ഞുതരാം. പെക്റ്റിനെ ലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ പെക്റ്റിനെ ഡീആക്ടിവേറ്റ് ചെയ്യുന്ന എൻസൈംസ് ആണ്, പെക്റ്റിനിൽ ആക്ട് ചെയ്യുന്ന എൻസൈംസ് ആണ് ഈ പെക്റ്റിനേസും പെക്റ്റിക് മീഥൈൽ എസ്റ്ററേസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനെ ഡീആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവര് പെക്റ്റിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ഈ ടൊമാറ്റോന്റെ വിസ്കോസിറ്റി പോവും, അതുപോലെ അതിന്റെ ഒരു ജെല്ലി ഫോം ഉണ്ടാവില്ല, ആ ഇതൊക്കെ പോയി വെള്ളം പോലെയാവും.
പെക്റ്റിൻ നമ്മൾ ഈ പെക്റ്റിനേസ് ചെയ്ത് പെക്റ്റിനെ കളഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മുടെ പ്രൊഡക്റ്റിൽ പെക്റ്റിൻ ഉണ്ടാവണം. അപ്പൊ പെക്റ്റിനെ യൂസ് ചെയ്യുന്ന എൻസൈംസിനെ ഡീആക്ടിവേറ്റ് ചെയ്യണം. അപ്പൊ ഇതിൽ ഡീആക്ടിവേറ്റ് ചെയ്യുന്ന എൻസൈം ഏതാണ്? പെക്റ്റിക് മീഥൈൽ എസ്റ്ററേസ് ആണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എൻസൈം ഇതില്ലേ, ഈ പെക്റ്റിനേസ് എന്ന് പറയുന്ന ഇതിൽ ഈ പെക്റ്റിക് മീഥൈൽ എസ്റ്ററേസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പെക്റ്റിനേസ് എന്ത് ചെയ്യാൻ പറ്റും, ടിക്ക് ചെയ്യാൻ പറ്റും. കാരണം പെക്റ്റിനേസ് എന്താണ്, അതിനെ ഡീആക്ടിവേറ്റ് ചെയ്താലും പെക്റ്റിൻ എന്ത് ചെയ്യില്ല, നശിച്ചു പോകില്ല. അപ്പൊ എന്ത് ചെയ്യാം, പക്ഷെ ഇതിൽ പെക്റ്റിക് മീഥൈൽ എസ്റ്ററേസ് ഉള്ളത് കൊണ്ട് ഇതൊരു പെക്റ്റിനേസ് ആണ്. ഈ പെക്റ്റിക് മീഥൈൽ എസ്റ്ററേസ് എന്ന് പറയുന്നത് ഒരു പെക്റ്റിനേസ് ആണ്. അപ്പോൾ ഇതിൽ എക്സാക്ട് ഏത് എൻസൈമാന്ന് കൊടുത്തത് കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, പെക്റ്റിക് മീഥൈൽ എസ്റ്ററേസ് ആണ് ശരിയായ ആൻസർ. ഓക്കെ അല്ലേ? അപ്പൊ പെക്റ്റിനെ എന്തിനാണ് ഇതിനെ ഡീആക്ടിവേറ്റ് ചെയ്യുന്നത്? പെക്റ്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ ഡീആക്ടിവേറ്റ് ചെയ്തതിലേ പെക്റ്റിൻ എന്താവും, ഡിസ്ട്രോയ് ആവും. പെക്റ്റിൻ ഡിസ്ട്രോയ് ആയി കഴിഞ്ഞാൽ ടൊമാറ്റോ പ്രൊഡക്റ്റിന്റെ വിസ്കോസിറ്റി ഒക്കെ നഷ്ടപ്പെട്ട് അത് വെള്ളം പോലെ ആയിപ്പോകും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പെക്റ്റിക് മീഥൈൽ എസ്റ്ററേസ് എന്ന എൻസൈംസിനെ ഡീആക്ടിവേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്ലൈമാറ്റിക് ഫ്രൂട്ട് അല്ലേ? കുറെ നേരം നമ്മൾ ന്യൂട്രീഷനും അതിന്റെ ഇതിലായിരുന്നു അല്ലെ. ഇനി നമുക്ക് ക്ലൈമാറ്റിക് ഫ്രൂട്ടിലേക്ക്, അതായത് അഗ്രികൾച്ചറിന്റെ സെക്ഷനിലെ ക്വസ്റ്റ്യൻ അല്ലെ. ക്ലൈമാറ്റിക് എന്താ? ക്ലൈമാറ്റിക് ഫ്രൂട്ട് ഒന്നുമില്ല, പറിച്ചു വെച്ചാൽ പഴുക്കുന്ന ഫ്രൂട്ട്. നമ്മൾ വീട്ടിൽ മാങ്ങ ഒക്കെ പറിച്ചു വെക്കും അല്ലെ, അപ്പൊ മാങ്ങ പഴുക്കും, അതിൽ വരുന്നതാണ്. അപ്പൊ ഇതിൽ ക്ലൈമാറ്റിക് ഫ്രൂട്ട് എന്താ? മാംഗോ ആണ് അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ക്ലൈമാറ്റിക് ഫ്രൂട്ട്? ക്ലൈമാറ്റിക് ഫ്രൂട്ട് എന്ന് വെച്ചാൽ നമ്മൾ ചെടിയിൽ നിന്ന് പറിച്ചു വെച്ച് കഴിഞ്ഞാൽ പഴുക്കുന്ന ഫ്രൂട്ട്സ് ആണ് ക്ലൈമാറ്റിക്. ഇനി അങ്ങനെയല്ല, പഴുക്കാത്തതാണെങ്കിൽ ഏതാണ്? നോൺ ക്ലൈമാറ്റിക്. ഗ്രേപ്സ് എന്താവില്ല, പഴുക്കൂല. ലിച്ചിയും ചെടിയിൽ നിന്ന് പഴുക്കുന്ന ഫ്രൂട്ടാണ്. സിട്രസും എന്താണ്, ചെടിയിൽ നിന്ന് തന്നെ റൈപ്പ് ആവുന്ന ഫ്രൂട്ട്സ് ആണ്. സോ ക്ലൈമാറ്റിക് ആൻഡ് നോൺ ക്ലൈമാറ്റിക് ഫ്രൂട്ട്സ്. ക്ലൈമാറ്റിക് ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ നമ്മൾ പ്ലക്ക് ചെയ്തതിന് ശേഷം റൈപ്പ് ചെയ്യുന്നതാണ് എന്താകുന്നത്, ക്ലൈമാറ്റിക് ഫ്രൂട്ട്സ്. നോൺ ക്ലൈമാറ്റിക് എന്ന് പറയുന്നത് പ്ലക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എന്ത് ചെയ്യും, പിന്നീട് അത് റൈപ്പ് ചെയ്യൂല, അങ്ങനത്തതാണ് നോൺ ക്ലൈമാറ്റിക് ഫ്രൂട്ട്സ്. അപ്പൊ ഇതിൽ ക്ലൈമാറ്റിക് ഫ്രൂട്ട് ഏതാണെന്ന ക്വസ്റ്റ്യൻ. സോ ആൻസർ ഈസ് മാംഗോ. സോ ടുഡേയ്സ് സെക്ഷൻ നമ്മളെ കഴിഞ്ഞു.